Good afternoon, children. How are you? Then we shall start our maths class. Today we are discussing subtraction up to 9. Subtraction is taking away. കുറഞ്ഞു വരിക, ഉള്ളതിൽ നിന്ന് എടുക്കുക, എടുത്തു മാറ്റുക, ഉള്ളതിൽ നിന്ന് കുറഞ്ഞു വരിക, കുറയ്ക്കൽ, വ്യവകലനം എന്നൊക്കെ അർത്ഥം. സബ്ട്രാക്ഷൻ ഈസ് ടേക്കിംഗ് അവേ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കുറഞ്ഞു വരൽ, വ്യവകലനം എങ്ങനെയാണെന്ന് നോക്കാം. ഒരുപാട് പാട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ LKG UKG സബ്ട്രാക്ഷൻ്റെ കുറേ പാട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ബലൂൺസ് എടുത്താണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് മാത്സ് ആയതുകൊണ്ട് ഇതിനകത്ത് പറയുന്ന എല്ലാ മെറ്റീരിയൽസും കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ നമ്പർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന മെറ്റീരിയൽസും നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല, മുഴുവൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നമ്പറാണ് അറിയേണ്ടത് കേട്ടോ. അതിൽ പറയുന്ന നമ്പർ കാണിച്ചു തരാം, പറയുന്ന മെറ്റീരിയൽസ് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. ബലൂൺസൊക്കെ വീർപ്പിച്ചത് ഇല്ല, ശ്രമിച്ചു കിട്ടാനില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കൂ, കൗണ്ട് ദി ബലൂൺസ് ആൻഡ് റൈറ്റ് ദി നമ്പർ ഇസ് ഇൻ ദ ബോക്സ് എന്നാണ്. നമുക്ക് എണ്ണി നോക്കണം, എണ്ണി നോക്കിയിട്ട് എഴുതണം എത്ര അതിൽ നിന്ന് പോയി, എത്ര ഉണ്ട് ചേരണം, അങ്ങനെ ഉള്ളതിൽ നിന്ന് കുറവ് കാണിക്കുക, കുറഞ്ഞു പോകുക, അതാണ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബുക്കിനകത്ത് 4 ബലൂൺസാണ് കാണിക്കുന്നത്. നമുക്ക് 4 ബലൂൺസ് ബുദ്ധിമുട്ടായതുകൊണ്ട് 4 സ്കെച്ച് പെന്നാണ് ടീച്ചർ കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് ആർ ദീസ്. യെസ്, 4 നമ്പേഴ്സ് അല്ലേ? 4 നമ്പേഴ്സ് എങ്ങനെ കുറഞ്ഞു വരിക എന്ന് പഠിക്കാനാണ്. 4 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ബുക്കിനകത്ത് എങ്ങനെയെന്ന് അറിയാമോ, 4 ബലൂൺസാണ്. ഇത് ബലൂൺസായിട്ട് കണക്കാക്കാം. 4 ബലൂൺസ്. ആ 4 ബലൂൺസിൽ നിന്ന് 2 എണ്ണം അങ്ങോട്ട് പൊട്ടി പോവുകയാണ്, ഡാമേജ് ആയിട്ട് പോവുകയാണ്. ഹൗ മെനി ഇസ് ദ ലെഫ്റ്റ് നമ്പർ, വാട്ട് ഈസ് ദ ബാലൻസ്, ഓർ വിച്ച് നമ്പർ ഈസ് റിമൈനിങ് എന്നർത്ഥം. അപ്പോൾ 4 ബലൂൺ ഉണ്ട്. 4 ബലൂൺ എന്ന് പറഞ്ഞാൽ 4 നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 നമ്പർ ഉണ്ട്. 4 എണ്ണം ഉണ്ടായിരുന്നു. ഈ 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം പോയി. വിച്ച് ഈസ് ലെഫ്റ്റ്, ബാക്കി എത്ര എണ്ണം ഉണ്ട്? ബാലൻസ് ഈസ് 2. കണ്ടോ? ഇപ്പോൾ 2. അപ്പോൾ 4ൽ നിന്ന് 2 പോയപ്പോൾ 2 ബാലൻസ് കിട്ടി അല്ലേ? അപ്പോൾ സബ്ട്രാക്ഷൻ എന്നുള്ളത്, നമ്മൾ സബ്ട്രാക്ഷൻ പോയി എന്നൊക്കെ നമ്മൾ പറയുക മൈനസ് എന്നുണ്ട്. എന്താണ് പറയുക? മൈനസ് എന്നുള്ള ചിഹ്നമുണ്ട്, ഒരു വരയാണ്. നമ്മളൊരു ലൈൻ ഇടില്ലേ, അങ്ങനത്തെ കുഞ്ഞ് ലൈൻ ഇട്ടാൽ എന്തായി? മൈനസ് എന്നർത്ഥമായി. അപ്പോൾ സബ്ട്രാക്ഷൻ ഈസ് ടേക്കിംഗ് അവേ എന്നർത്ഥം, എടുക്കുക. അപ്പോൾ ദ 4, there are 4 numbers, then 2 is taking away, എടുത്തു, then balance is 2. അപ്പോൾ 4 minus 2 is 2. 4ൽ നിന്ന് 2 പോയപ്പോൾ ബാക്കി 2. മനസ്സിലായില്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് 4 ആപ്പിൾസാണ്. 4 ആപ്പിൾസിൽ നിന്ന് 2 ടേക്സ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വേറെ നിങ്ങൾക്കൊരു മെറ്റീരിയൽസ് കാണിച്ചു തരാം. 4 നമ്പേഴ്സ് അല്ലേ? 4 നമ്പേഴ്സിൽ നിന്ന് 2 എടുത്ത് മാറ്റി, 1 2 എടുത്ത് മാറ്റിയപ്പോൾ ജസ്റ്റ് ബാലൻസ് 2 അല്ലേ? അപ്പോൾ 4 minus 2 is equal to 2 അല്ലേ? അപ്പോൾ 4ൽ നിന്ന് 2 പോയപ്പോൾ 2 തന്നെ കിട്ടി അല്ലേ? 2 തന്നെ കിട്ടി. ഇനി പറയണത് 5 പെൻസ് ആണ്. 5 പെൻസ് ഉണ്ട്, 5 പേനകൾ. 5 പേനയിൽ നിന്ന് then 3 is taken away. There are 5 pens, 3 is taken away. How many pens are left? 2. Okay, then there are 5 pens, then 3 is taken away, left is 2 pens. Okay,
അപ്പോൾ അങ്ങനെയാണ് കുറഞ്ഞ് വരുന്നത്. ഓക്കെ, പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെഡ് ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ. സബ്ട്രാക്ഷൻ അപ് ടു 9. ദ 4 ബലൂൺസ് 2 ബലൂൺസ് അതാ ഡാമേജ്, അത് പൊട്ടിയതാണ്. അങ്ങനെ കുത്തുവരകട്ടിട്ട് പൊട്ടിയതുണ്ട്. ഹൗ മനി ഇസ് ദ ബാലൻസ്? 2. അപ്പോൾ എന്താണ് അർത്ഥം? 4 - 2 = 2 എന്നർത്ഥം. പിന്നെ വീണ്ടും 4 ആപ്പിൾസിന് എഴുതിയിരിക്കുകയാണ്, കണ്ടോ? 4 ആപ്പിൾസ്, ഇത് കണ്ടോ? 4 ആപ്പിൾസ്, ദെൻ 2 ടേക്കൺ അവേ, 2 കണ്ടോ? ദെൻ ബാലൻസ് 2. ദെൻ 5 പെൻസ്, കണ്ടോ? 5 പെൻസ്, 5 കണ്ടോ? 5 കണ്ടോ? 5 പെൻസ്. 3 is taken away, 3 is taken away, balance is 2. 3 pen, sorry 5 pen, 3 taken away, balance is 2. കണ്ടില്ലേ? ഇതുവരെ മനസ്സിലായോ അതാണെന്ന്? 4 balloons, 2 is damaged, balance 2. Then 4 apples, 2 is taken away, then balance 2. Then 5 pens, 3 is taken away, balance 2. കണ്ടോ? അപ്പോൾ സബ്ട്രാക്ഷൻ മീൻസ് എന്താണ്? സബ്ട്രാക്ഷൻ ഈസ് ടേക്കൺ അവേ, എടുത്ത് മാറ്റുക എന്നർത്ഥം, കുറയുക എന്നർത്ഥം. ഇതാണ് സബ്ട്രാക്ഷൻ പറഞ്ഞാൽ അർത്ഥം. നമുക്ക് സബ്ട്രാക്ഷൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു വരയാണല്ലേ, കണ്ടില്ലേ? സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചിഹ്നം, ഇങ്ങനെയാണ് ചിഹ്നം, ഒരു വരയാണ്, ചെറിയൊരു ലൈൻ. അത് നമ്മൾ എന്താണ് വിളിക്കുന്നത്? മൈനസ് എന്നാണ്. എന്താണ് പറയുക? മൈനസ്. ആ വരയ്ക്ക് എന്താണ് പറയുക? മൈനസ് എന്നാണ് പറയുക. സബ്ട്രാക്ഷൻ എങ്ങനെയാണ് എഴുതുക? മൈനസ്. നമ്മൾ ഈ ചിഹ്നം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി കണക്കുകളൊക്കെ കാണുക. ആ ചിഹ്നത്തിൻ്റെ ആ വര, അതിൻ്റെ അർത്ഥം എന്താണ്? മൈനസ് എന്നാണ് അതിൻ്റെ മീനിങ്. മൈനസ് കണ്ടോ? മൈനസ് കണ്ടില്ലേ? മൈനസ് MINUS കണ്ടില്ലേ? അപ്പോൾ ഇതാണ്, ഈ ചിഹ്നം വെച്ചാണ് നമ്മളിനി പഠിക്കുക. നെക്സ്റ്റ് പറയുന്നു ഇവിടെ there are 7 apples. There are 7 apples. 7 ആപ്പിൾ ഉണ്ട്. അതിൽ നിന്ന് 3 നമ്പർ എടുത്തു മാറ്റി. 1 2 3 4 5 6 7. There are 7 apples. 3 numbers taken away. 3 എടുത്തു മാറ്റി. ബാലൻസ് എത്ര? 1 2 3 4 അല്ലേ? അതാണ് ഈ കൊടുത്തിരിക്കുന്നുണ്ടോ? ഇതാണ് ടേക്കൺ അവേ 3 അല്ലേ? എന്താണ്? 7 - 3 = 4 എന്നാണ്. 7 - 3 = 4 എന്നാണ് ഇത് വായിക്കുക. എന്താണ്? 7 ആപ്പിൾസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 3 ടേക്കൺ അവേ 3 ഫ്രം 7. 7ൽ നിന്ന് 3 ആപ്പിൾസ് എടുത്ത് മാറ്റി, ബാക്കി വന്നത് 4 നടക്കും. അപ്പോൾ എങ്ങനെ പറയാം? 7 - 3 = 4. അങ്ങനെ ഈ ചിഹ്നം, ഇതാണ് അതിൻ്റെ ചിഹ്നം, മൈനസ് എന്നുള്ള ചിഹ്നം. ഇത് ഈക്വലിൻ്റെ ചിഹ്നം. അപ്പോൾ വായിക്കുക 7 - 3 അതുണ്ടോ = 4 അല്ലേ? അപ്പോൾ ഇവിടെ 7ൽ നിന്ന് 3 എണ്ണം പോയപ്പോൾ ബാക്കി 4 നടക്കും. മനസ്സിലായോ? ഇങ്ങനെയാണ് അതിൻ്റെ ചിഹ്നം വരുന്നത്. ചിഹ്നം മൈനസ്. 7 - 3 = 4 എന്നാണ് വായിക്കുക. ഓക്കെ, അപ്പോൾ സബ്ട്രാക്ഷൻ പറഞ്ഞാൽ ഈസ് ടേക്കൺ അവേ എന്നർത്ഥം. ഇനി നിങ്ങൾ ഇതുപോലെ നമുക്ക് എക്സാമ്പിളുകൾ വരുന്നുണ്ട്. കണ്ടോ? എന്താണ്? 5 - 4 = 1. 5ൽ നിന്ന് 4 പോയാൽ 1. 4 - 1 = 3. നമുക്ക് എങ്ങനെയാണ് നോക്കാം, അത് കിട്ടുന്നത് എങ്ങനെയാണ് നമുക്ക് ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടെ 5 - 4 ആണ്. 5 നമ്പേഴ്സ്. There are 5 numbers. ഓക്കെ, ഇതിൽ നിന്ന് എത്ര എണ്ണം പോകണം? 4 നമ്പേഴ്സും പോകണം. ബാലൻസ് എത്ര വന്നത്? 1. വേണ്ടത് 4 നമ്പേഴ്സ് പോയി. അപ്പോൾ എത്ര വന്നു? 1 കിട്ടി അല്ലേ? ഇനി ഇവിടെ 4 നമ്പേഴ്സ് ഉണ്ട്. 4 നമ്പേഴ്സ് ഉണ്ട്. ഈ 4ൽ നിന്ന് 1 ടേക്കിംഗ് അവേ. വാട്ട്സ് ദ ബാലൻസ്? വാട്ട് ഈസ് ലെഫ്റ്റ്? ദെൻ 3.
കണ്ടോ 3 ആണ് കിട്ടിയത്. ഇനി നമുക്ക് 7 മൈനസ് 3 ഈസ് ഈക്വൽ ടു എത്ര നോക്കാം. 7 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 7 നമ്പേഴ്സ് അല്ലേ. 7 നമ്പേഴ്സ് ഇല്ലേ, 7 നമ്പേഴ്സ്. ഇതിൽ നിന്ന് നമുക്ക് 3 മാറ്റണം. ദർ ആർ 7 നമ്പേഴ്സ് അല്ലേ, 7 നമ്പേഴ്സില്ലേ, അതിൽ നിന്ന് 3 നമ്പേഴ്സ് മാറ്റി. വാട്ട്സ് ദ ബാലൻസ്? എത്രയാണ്? 4 അല്ലേ. ഇത് 7 നമ്പേഴ്സ് ഉണ്ട്, 7ൽ നിന്ന് നമ്മൾ 3 അങ്ങോട്ട് മാറ്റിയാണ് കേട്ടോ. 3 എണ്ണം മാറ്റി. ബാലൻസ് ഈസ് 4 അല്ലേ. നെക്സ്റ്റ് 9 നമ്പറാണ്. 9 നമ്പറിൽ നിന്ന് നമുക്ക് 5 മാറ്റണം. 9 നമ്പറിൽ നിന്ന് 5 മാറ്റണം. ഇത് 9 നമ്പറല്ലേ? അത് 9 നമ്പറാണ്. ഈ 9 നമ്പറിൽ നിന്ന് നമുക്ക് എത്ര മാറ്റണം? 5 നമ്പർ മാറ്റണം. ഇതാണ് 5 നമ്പർ. 9ൽ നിന്ന് 5 മാറ്റി. അപ്പോൾ എത്ര കിട്ടിയത്? 4 നമ്പർ കിട്ടി കേട്ടോ. അപ്പോൾ 9 മൈനസ് 5 ഈസ് ഈക്വൽ ടു 4 അല്ലേ. ഇനി 6 നമ്പറാണ്. 6 നമ്പർ ഇത് 3 ആണ് അല്ലേ. 3 ഇതിപ്പോൾ 3 കൂടി ചേർക്കണം അല്ലേ. 3 കൂടി ചേർത്താൽ എത്രയായി? 6 ആയി അല്ലേ. 6 നമ്പറായി. 6ൽ നിന്ന് 4 പോകണം. 6ൽ നിന്ന് 4 പോവുകയാണ്. ടേക്കൺ അവേ. 4 ടേക്കൺ ചെയ്തു. അപ്പോൾ ഹൗ മെനി ഈസ് ദ ബാലൻസ്? ദെൻ 2. അപ്പോൾ 6 മൈനസ് 4 ഈസ് ഈക്വൽ ടു 2. ഇത് നമ്മൾ നേരത്തെ കണ്ടു 8ലെ. നമുക്ക് 8 നമ്പേഴ്സ്. 8 നമ്പേഴ്സ് 8ല്ലേ. യെസ്. 8ൽ നിന്ന് നമുക്ക് 2 അങ്ങോട്ട് കളയണം. 2 നമ്പേഴ്സ് ടേക്കൺ അവേ. വാട്ട് ഈസ് ദ ബാലൻസ്? ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? യെസ് 6 അല്ലേ. 8 നമ്പേഴ്സ്. 8ൽ നിന്ന് 2 മൈനസ് ചെയ്യണം. 2 പോയി, 2 പോയി. അപ്പോൾ എത്രയായി? 6 അല്ലേ. 6. അപ്പോൾ 8 മൈനസ് 2 ഈസ് ഈക്വൽ ടു 6. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് ഇങ്ങനെയാണത് എഴുതുമ്പോൾ എൻ്റെ ആൻസർ കിട്ടുക. എങ്ങനെയാണ്? നിങ്ങൾ ചെയ്ത് പഠിക്കണമെന്ന് വേണം കേട്ടോ. ചെയ്ത് പഠിക്കണം. ഇതാ 5 മൈനസ് 4 ഈസ് ഈക്വൽ ടു 1. 4 മൈനസ് 1 ഈസ് ഈക്വൽ ടു 3 ഇല്ലേ. അതാണ് നമ്മളിപ്പോൾ ചെയ്തത് അല്ലേ. ദെൻ 7ൽ നിന്ന് 3 പോയപ്പോൾ എത്ര കിട്ടിയത്? 4 അല്ലേ. 9ൽ നിന്ന് 5 പോയപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 4 അല്ലേ. ദെൻ 6 മൈനസ് 4 എത്ര കിട്ടിയത്? 2. 8 മൈനസ് 2 എത്ര കിട്ടിയത്? 6 അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. അത് ഭംഗിയായിട്ട് ഫില്ല് ചെയ്യണേ. ഓക്കെ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഇനി 7ൽ നിന്ന് നമുക്ക് എത്ര മൈനസ് എന്നറിയാമോ? 1 മൈനസ് ചെയ്യണം. വേർ ആർ 7 നമ്പേഴ്സ്. ഓക്കെ. 7 നമ്പേഴ്സ്. 7ൽ നിന്ന് നമുക്ക് 1 പോകണം. 1 പോയാൽ എത്ര? 7 നമ്പേഴ്സ് എന്നൊരു 1 പോകണം. 7ൽ നിന്ന് നമുക്ക് 1 കളയുന്നു നമ്മൾ. 1. വാട്ട്സ് ദ ബാലൻസ്? 7ൽ നിന്ന് 1 പോയപ്പോൾ എത്ര കിട്ടിയത്? 6 കിട്ടി അല്ലേ. നമുക്കെന്താ വേണ്ടതെന്നറിയാമോ? 6ൽ നിന്ന് 2 പോകണം. 6 നമ്പേഴ്സ്. ദർ ആർ 6 നമ്പേഴ്സ്. എന്താ 6 കണ്ടില്ലേ? 6ൽ നമുക്ക് ഏതാണ് പോകേണ്ടത്? എത്ര പോകണം? 2 പോകണം. 2 നമ്പേഴ്സ് പോയി. വാട്ട്സ് ദ ബാലൻസ്? ദെൻ 4 അല്ലേ. പിന്നെ നമ്മൾ നേരത്തെ കണ്ടു 5 അല്ലേ. 4 ഇത് 5 അല്ലേ. 5ൽ നിന്ന് നമുക്ക് 3 1 2 3 പോയി. ടേക്കൺ അവേ. 3 ടേക്കൺ അവേ. വാട്ട്സ് ദ ബാലൻസ്? 2 5 3 ടേക്കൺ അവേ 2 അല്ലേ. ദെൻ 5ൽ നിന്ന് 2 ടേക്കൺ അവേ. വാട്ട്സ് ദ ബാലൻസ്? 3 കണ്ടോ. ദെൻ ഇത് 5
സിക്സ് നമ്പർ ഇല്ലേ? ആ 6ൽ നമുക്ക് 2 ടേക്കൺ അവേ. വാട്ട്സ് ദ ബാലൻസ്? 4 അല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പഠിക്കേണ്ട തെറ്റരുത് കേട്ടോ. ഇനി വീണ്ടും 5 നമ്പർ. There are 5 numbers. Taken away 4 number taken away. What's the balance? 1 അല്ലേ? Then 8 number. 8 അല്ലേ? 8 minus 3. നമുക്ക് 8ൽ നിന്ന് 3 പോണേ. 3 പോകുന്നു. 3 പോയി. What's the balance? Yes, 5 അല്ലേ? 8 minus 3 is equal to 5. Okay. Then 7 numbers കണ്ടില്ലേ? 7ൽ നിന്ന് നമുക്ക് 3 പോകണം. 1 2 3 3 പോയി. What's the balance? Yes, what's the balance? 4 അല്ലേ? Then how many numbers are there? 5. 5 നമ്മൾ കാണിച്ചില്ല. 5 minus 2 കാണിച്ചല്ലോ അല്ലേ? കാണിച്ചു. Then 4 ആണ് കാണിക്കേണ്ടത്. 4 നമ്പർ അല്ലേ? 4 minus 1. What's the balance? 3. 4 minus 1. What's the balance? 3 ഇല്ലേ? ഇങ്ങനെ ഓരോന്നും നമ്മൾ മൈനസ് ചെയ്ത് പഠിക്കണം. ഇപ്പോൾ പറഞ്ഞ ആൻസറാണ് ഫുള്ള്. നിങ്ങൾക്ക് ഇത് കണ്ടോ? 7 minus 1 കണ്ടോ? 7 minus 1 ചെയ്ത് പഠിക്കണം കേട്ടോ. എത്രണ്ണം മാറ്റം എന്നുള്ളത് ചെയ്ത് പഠിക്കണം. ഓക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടില്ലേ? 4 + 1 എത്ര കിട്ടുക? 5 അല്ലേ? 6 + 1 എത്ര കിട്ടുക? 7. 5 + 3 എത്ര കിട്ടുക? 8. 4 + 2 എത്ര കിട്ടുക? 6 അല്ലേ? അങ്ങോട്ടും കൂടി ഈ പിന്നെ അഡീഷനും സബ്ട്രാക്ഷനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് എന്താണെന്നറിയാമോ? അത് ലൈനിൽ ചെയ്യാണ്. സബ്ട്രാക്ഷൻ യൂസിങ് നമ്പർ ലൈൻ. നമ്മളിങ്ങനെ ടേക്കൺ അവേ എടുത്തിട്ട് അതാണ് ചെയ്തത്. ഇനി ലൈനിൽ എങ്ങനെയാണ് കാണിക്കുക എന്നാണ്. ലൈനിൽ എങ്ങനെ കണക്ക് പഠിക്കുകയാണ്. കണ്ടോ? ലൈൻ നമ്മൾ അഡീഷൻ ലൈനിൽ പഠിച്ചില്ലേ? ലൈനിൽ അതേപോലെ തന്നെ സബ്ട്രാക്ഷൻ ലൈനിൽ പഠിക്കുകയാണ്. ലൈനിൽ എങ്ങനെ പഠിക്കുക നമുക്ക് നോക്കാം. എങ്ങനെ പഠിക്കുക നോക്കാം. ഇത് മനസ്സിലായോ? ലൈൻ നോക്കൂ. ഇവിടെ എന്താ എഴുതിയേക്കണത്? ഇതാണ് 5 minus 2 is equal to 3 അല്ലേ? അപ്പോൾ നോക്കൂ, അങ്ങനെ ലൈൻ വരയ്ക്കണം. ലൈനിൽ കൃത്യമായിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? 0 മുതൽ നമ്പർ എഴുതണം. കണ്ടോ? 0 മുതൽ നമ്പർ എഴുതണം. സ്കെയിൽ വെച്ചാൽ വന്നിട്ട്. ഇപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? 5ൽ നിന്ന് 2 മൈനസ് ചെയ്യണം. 5ൽ നിന്ന് 2 മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ 5 കണ്ടുപിടിക്കണം. 5 കണ്ടില്ലേ? 5ൽ നിന്ന് ഇങ്ങോട്ട് 1 2 രണ്ടെണ്ണം മൈനസ് ചെയ്ത് ബാലൻസ് നമ്പർ എത്രയാണ്? 1 2 3 3 ആണ് ബാലൻസ്. അപ്പോൾ 5 minus 2 is equal to 3. 5ൽ നിന്ന് 1 2 ആയപ്പോൾ 3 കിട്ടി അല്ലേ? 3 ആണ് ആൻസർ. നെക്സ്റ്റ് നോക്കൂ, എന്താണ്? 7 minus 3 is equal to 4 അല്ലേ? അപ്പോൾ നമ്മൾ ഇതുപോലെ ലൈൻ വരയ്ക്കണം. കൃത്യമായിട്ട് സ്കെയിൽ വെച്ച് അളവിടണം. 0 മുതൽ എഴുതുകയും വേണം. എന്നിട്ട് നമ്മൾ 7 കണ്ടുപിടിക്കണം. 7ൽ നിന്ന് എത്ര പോകേണ്ടത്? 3 അല്ലേ? അപ്പോൾ 1 2 3 അല്ലേ? കണ്ടില്ലേ? 1 2 3 പോയി. അപ്പോൾ എത്ര കിട്ടിയത്? 4 അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇതുവരെ 7 ആണ്. 7ൽ നിന്ന് 3 പോയപ്പോൾ 7ന് 3 പോയപ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. കണ്ടോ? 4 7 is equal to 4. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് കണ്ടില്ലേ എന്താണ്? 6 minus 4 is equal to 2 അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ലൈൻ വരയ്ക്കണം. ലൈൻ വരച്ച് 0 മുതൽ ശരിക്കും അടയാളപ്പെടുത്തണം സ്കെയിൽ വെച്ചിട്ട്. അത് നമുക്ക് ഇവിടെ തുടങ്ങേണ്ടത് 6 തുടങ്ങേണ്ടത് അല്ലേ? അപ്പോൾ 6 കണ്ടെത്തും. 6 കണ്ടെത്തിയില്ലേ? കണ്ടോ? 6ൽ നിന്ന് എത്രയാണ് പോകേണ്ടത്? 4. അപ്പോൾ 6ൽ നിന്ന് 1 2 3 4 കണ്ടോ? 4-ൻ്റെ ഏതാ നമ്പർ കിട്ടിയേക്കണേ? 2. അപ്പോൾ നമ്മൾ 6 minus 4 is equal to 2 കണ്ടോ? 1 2 3 4 പോയി. 6ൽ നിന്ന് 4 പോയപ്പോൾ 2 ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ആൻസർ കിട്ടി. നെക്സ്റ്റ് നോക്കുക എത്രയാണ്?
8 മൈനസ് 3 ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ലൈൻ എടുത്തിട്ട് ഇങ്ങനെ അളക്കണം. അളന്നിട്ട് കേട്ടോ അതുപോലെ എഴുതണം. നമ്പർ 0 മുതൽ നമ്പർ എഴുതണം. അപ്പോൾ എന്നിട്ട് 8 എടുക്കണം. 8ൽ നിന്ന് എത്രയാണ് പോകേണ്ടത്? 8ൽ നിന്ന് 3 ആണ് പോകേണ്ടത്. 8ൽ നിന്ന് 3 പോകണം. അപ്പോൾ നമ്മൾ 8 എത്തി. 8 എടുത്തിട്ട് 8ൽ നിന്ന് 1 2 3 3 പോയപ്പോൾ എത്ര കിട്ടിയത്? 5 കിട്ടി അല്ലേ? 5 കിട്ടി. അപ്പോൾ ഇവിടെ 8 മൈനസ് 3 ഈസ് ഈക്വൽ ടു 5 അല്ലേ? അതുകൊണ്ടോ 8ൽ 1 2 3 8ൽ നിന്ന് 3 പോയപ്പോൾ എത്ര കിട്ടിയത്? 5 കിട്ടി. ഉണ്ടോ? 5 കിട്ടി. നെക്സ്റ്റ് എത്രയാണ്? 7 മൈനസ് 5 ഈസ് ഈക്വൽ ടു എത്ര എന്നാണ്. അവിടെ എഴുതിയിട്ടില്ല. 7 മൈനസ് 5 എത്ര ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ എന്ത് ചെയ്യണം? നമ്മൾ ഇതുപോലെ സ്കെയിൽ എടുത്തിട്ട് 0 മുതൽ വരച്ചുണ്ടാക്കണം അല്ലേ? വരച്ചുണ്ടാക്കിയിട്ട് കണ്ടെത്തണം അല്ലേ? ഇത് ഏതെടുക്കണം? നമുക്ക് 7 വേണം അല്ലേ? 7 മൈനസ് 5 ആണ് വേണ്ടതില്ലേ? അപ്പോൾ നമ്മൾ 7 എടുക്കണം. 7ൻ്റെ അവിടെ എന്ത് വേണം? 5 നമ്പർ വരയ്ക്കണ്ടേ പുറകിലോട്ട്? 7 1 2 3 4 5 ഏതാ നമ്പർ കിട്ടിയത്? 2 അല്ലേ? അപ്പോൾ 7ൽ നിന്ന് 5 പോയപ്പോൾ എത്ര കിട്ടിയത്? 2 കിട്ടിയില്ലേ? അതാണ് എന്ത്? 7 മൈനസ് 5 ഉത്തരം എഴുതണം ഈസ് ഈക്വൽ ടു 2 എന്ന്. ഉത്തരം നമ്മൾ കണ്ടെത്തി എഴുതാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. അപ്പോൾ 7 മൈനസ് 5 ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 2 ഉണ്ടോ? 2. അപ്പോൾ ഇവിടെ നിന്ന് 7 മുതൽ ഇങ്ങോട്ട് 1 2 3 4 5 വരെ വരയ്ക്കും. കണ്ടപ്പോൾ 5 ലൈൻസ് വരച്ചപ്പം 2 ആണ് കിട്ടിയത്. അപ്പോൾ 7 മൈനസ് 5 ഈസ് ഈക്വൽ ടു 2. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നമ്പർ ലൈൻ ഇതുപോലെ വരച്ച് ഉണ്ടാക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മളത് ലൈനിലെ ആൻസർ കണ്ടെത്തുക. കണ്ടോ? ലൈനിലെ ആൻസർ കണ്ടെത്തുക അങ്ങനെയാണ്. ഇതുപോലെ കണക്ക് തരും, ഇതാക്കാം മാത്സ് തരും. അത് നമ്മൾ എന്ത് ചെയ്യണം? ലൈനിൽ കണ്ടെത്തണം. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയാണത് കണ്ടെത്തുക. ഓക്കെ, അങ്ങനെ കണ്ടെത്തണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കണം. ഇനി സബ്ട്രാക്റ്റിംഗ് എ നമ്പർ ഫ്രം ഇറ്റ് സെൽഫ്. അപ്പോൾ കുറയ്ക്കുകയാണ്. ഒരു നമ്പറിൽ നിന്ന് ആ നമ്പർ തന്നെ കുറച്ചാൽ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഒരു നമ്പറിൽ നിന്ന് ഒരു നമ്പർ തന്നെ കുറയ്ക്കുകയാണ്. ഇതിൽ നിങ്ങളുടെ ബുക്കിനകത്ത് പറഞ്ഞേക്കുന്നത് 5 flowers ഓൺ ദി ട്രീ, ഓൾ ദി ഫ്ലവേഴ്സ് ഫെൽ ഡൗൺ, ഹൗ മെനി ഈസ് ദ ബാലൻസ് എന്നാണ്. ഒരു മരത്തിൽ 5 പൂക്കളുണ്ടായിരുന്നു, 5 പൂക്കളും വീണു. നമുക്ക് നോക്കാം. അപ്പോൾ മെനി ഫ്ലവേഴ്സ് ആർ ദർ? 2 flowers അല്ലേ? 2 flowers. How many flowers are there? 3 flowers. But total how many? 5 flowers അല്ലേ? 3 അല്ലേ? 3 + 2 എത്രയാണ്? 5. ഈ 5 ഫ്ലവേഴ്സും ഒരു മരത്തിലുണ്ട്. ഈ 5 ഫ്ലവേഴ്സും 5 ഇല്ലേ? 2ഉം 3ഉം ചേർത്തുണ്ടെങ്കിൽ 5 ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ? ഈ 5 ഫ്ലവേഴ്സ് ഒരു മരത്തിലാണ്. ഈ 5 ഫ്ലവേഴ്സ് ഒപ്പം അങ്ങോട്ട് കൊഴിഞ്ഞു പോയി. എന്താ പിന്നെ ഉണ്ടായത്? ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല നമ്മൾ മാത്സിൽ എന്ത് പറയും? 0 ദി ബാലൻസ് അല്ലേ? ഒന്നുമില്ല എന്നർത്ഥം. നമ്മൾ ഒന്നുമില്ല എന്നർത്ഥം 0 എന്നാണ്. അപ്പോൾ ദർ ആർ 5 ഫ്ലവേഴ്സ് ഇൻ എ ട്രീ. 5 പൂക്കൾ ഉണ്ടായിരുന്നു ഒരു ട്രീയിൽ. 5 പൂക്കൾ ഉണ്ടായിരുന്നു. ഈ 5 പൂക്കളും ഒരേ സമയം കൊഴിഞ്ഞു പോയി. അപ്പോൾ എന്താ ബാലൻസ്? ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 5 മൈനസ് 5 ഈസ് ഈക്വൽ ടു 0. 5 മൈനസ് 5 ഈസ് ഈക്വൽ ടു എത്ര വന്നത്? 0. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് 3 മൈനസ് 3. 3യിൽ നിന്ന് 3 അങ്ങോട്ട് മൈനസ് ചെയ്യാം. 3യിൽ നിന്ന് ഈ 3യും മൈനസ് ചെയ്യാം. ബാക്കി എന്താ ഉള്ളത്? ഒന്നുമില്ല. അപ്പം എന്താണ്? 0. ഇനി 4ൽ നിന്ന് 4ഉം മൈനസ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. 4ഉം പോയി. 4ൽ നിന്ന് 4ഉം പോയി. അപ്പോൾ എത്ര കിട്ടുക? 0. ഇനി 7 നമ്പേഴ്സ്. 7ൽ നിന്ന് 7ഉം മൈനസ് ചെയ്യാൻ പറഞ്ഞേക്കുക. 7ൽ നിന്ന് 7ഉം പോയി. അപ്പോഴും എന്താ കിട്ടുക? 0. ദെൻ 5 നമ്പർ. 5ൽ നിന്ന് 5ഉം മൈനസ് ചെയ്യാൻ പറഞ്ഞിരിക്കണം. അപ്പോഴും എന്താ കിട്ടുക? 0. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്? സബ്ട്രാക്റ്റിംഗ് എ നമ്പർ ഫ്രം ഇറ്റ് സെൽഫ് ഗിവ് 0. ഒരു നമ്പറിൽ നിന്ന് ആ നമ്പർ മൊത്തം മൈനസ് ചെയ്താൽ എന്താണ് കിട്ടുക? 0. ആ സംഖ്യയിൽ നിന്ന് ഒരു സംഖ്യയിൽ നിന്ന്
അതേ സംഖ്യ മൈനസ് ചെയ്താൽ 0 ആയിരിക്കും കിട്ടുക. കണ്ടോ, നമ്മൾ ആ പറഞ്ഞതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്താ കണ്ടോ, ഫൈവ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ഒരു മരത്തിൽ. കണ്ടോ, ആ ഒരു ട്രീയിൽ 5 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ആ 5 ഫ്ലവേഴ്സും വീണ് പോയി. അപ്പോൾ 0 ഫ്ലവേഴ്സ് ലെഫ്റ്റ്, ഒന്നുമില്ല. അപ്പോൾ അതാണ് 5 - 5 = 0, 3 - 3 = 0, 4 - 4 - 0, 6 - 6 = 0, 5 - 5 = 0. ഇതുപോലെ നിങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് മാത്സ്. കണ്ടോ, ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. 2 - 2, 9 - 9 കണ്ടില്ലേ? ഇത്രയും മാത്സിൽ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അത് നിങ്ങൾ എൻ്റെ ആൻസർ എഴുതണം കേട്ടോ. ഇതൊക്കെ നോട്ട്ബുക്കിലേക്ക് പകർത്തേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടെത്തണം. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സബ്ട്രാക്റ്റിംഗ് എ നമ്പർ ഫ്രം ഇറ്റ് സെൽഫ് ഗിവ് 0. ഒരു സംഖ്യയിൽ നിന്ന് അതേ സംഖ്യ തന്നെ മൈനസ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? 0 ആണ് കിട്ടുക. അതാണ് നെക്സ്റ്റ്. എന്താ പറയുക? നെക്സ്റ്റ് എന്നറിയാമോ? സബ്ട്രാക്റ്റിംഗ് 0. ഒരു സംഖ്യയിൽ നിന്ന് 0 മൈനസ് ചെയ്യാനാണ്. ഒരു സംഖ്യയിൽ നിന്ന് 0 മൈനസ് ചെയ്യുക. അതെങ്ങനെയാണ്? 3 നമ്പർ അല്ലേ? ദർ ആർ 3 നമ്പേഴ്സ്. 3യിൽ നിന്ന് 0 മൈനസ് ചെയ്യുക. 0 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും മൈനസ് ചെയ്യുന്നില്ല. അപ്പോൾ എത്ര കിട്ടുന്നത്? ആ നമ്പർ തന്നെ കിട്ടും അല്ലേ? നിങ്ങളുടെ ബുക്കിനകത്ത് ഫിഷാണ് പറഞ്ഞേക്കുന്നത്. ദർ ആർ 3 ഫിഷ്. ആ 3 ഫിഷസിനെ ജാർ. അതിൽ നിന്ന് 3 ഫിഷിനെയും 3 ഫിഷ് ഉണ്ട്. 3 ഫിഷിൽ നിന്ന് 0 ഫിഷിനെ മൈനസ് ചെയ്യാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഇവിടെ 0 പറഞ്ഞാൽ ഒന്നുമില്ലാത്ത, ഒന്നും മൈനസ് ചെയ്തില്ല. അപ്പോൾ എന്തായിരിക്കും? ആ സംഖ്യ തന്നെ കിട്ടും അല്ലേ? സബ്ട്രാക്റ്റിംഗ് 0 ഫ്രം എ നമ്പർ ഗിവ്സ് ദി നമ്പർ ഇറ്റ് സെൽഫ്. ഒരു സംഖ്യയിൽ നിന്ന് 0 മൈനസ് ചെയ്യുമ്പോൾ ആ സംഖ്യ തന്നെ കിട്ടുന്നു. കണ്ടോ? അപ്പോൾ 3യിൽ നിന്ന് 0 മൈനസ് ചെയ്യുമ്പോൾ 3 തന്നെ കിട്ടുന്നു. അപ്പോൾ എന്താണ്? 3 - 0 = 3. ഇനി പറഞ്ഞേക്കുന്നത് 5 പെൻസിൽസ് ആണ്. 5 പെൻസിൽസ് എടുക്കാം. അതിൽ നിന്ന് 0 മൈനസ് 0 പെൻസിൽ മൈനസ് ചെയ്യാം. ഒന്നും മൈനസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ കിട്ടുന്നത്? ദാറ്റ് നമ്പർ ഇറ്റ്സെൽഫ് അല്ലേ? ആ നമ്പർ തന്നെ കിട്ടും. അപ്പോൾ എത്ര കിട്ടുക? 5 - 0 = 5 അല്ലേ? ഇനി 6 നമ്പർ എടുക്കാൻ പറയുന്നു. 6ൽ നിന്ന് 0 മൈനസ് ചെയ്യാൻ പറയുന്നു. 0 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ എന്താണ്? ആ സംഖ്യ തന്നെ കിട്ടുന്നു. ദ സെയിം എമൗണ്ട് ഓർ സെയിം നമ്പർ. ഓക്കെ, അപ്പോൾ എത്രയാണ്? 6 തന്നെ കിട്ടുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ആ ഒരു സംഖ്യയിൽ നിന്ന് 0 മൈനസ് ചെയ്യുമ്പോൾ ആ സംഖ്യ തന്നെയാണ് കിട്ടുക. അതാണ് നമുക്കിനി പഠിക്കുന്നത്. എന്താണ്? സബ്ട്രാക്റ്റിംഗ് 0. കണ്ടോ? 3 - 0 = 3, 5 - 0 - 5, 6 - 0 = 6, 9 - 0 = 9. അതുപോലെ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം. 2 - 0 എത്രയാണ്? 7 - 0 എത്രയാണ്? 4 - 0 എത്രയാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ഏത് സംഖ്യയിൽ നിന്നും 0 മൈനസ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? ആ സംഖ്യ തന്നെ കിട്ടുന്നു എന്നാണ് ചുരുക്കം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. ഈ ഹോംവർക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കണം. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഇതേപോലെ നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ. ഇനി സബ്ട്രാക്റ്റിംഗ് 1 എങ്ങനെയാണെന്നറിയാമോ? നേരത്തെ പോലെ തന്നെ 5 നിങ്ങളുടെ ബുക്കിനകത്ത് ലേഡി ബഗ്സ് എന്നാണ് കേട്ടോ. പെൺ മൂട്ട ഒരു തരം പ്രാണി, ഇൻസെക്റ്റാണ് ബഗ്സ്. അപ്പോൾ 5 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 1 ഫ്ലൂ അവേ, 1 പറന്നു പോയി. വാട്ട്സ് ദ ബാലൻസ്? കൗണ്ട് ഇറ്റ്. വാട്ട്സ് ദ ബാലൻസ്? യെസ്, 4 അല്ലേ? 5 ബഗ്സിൽ നിന്ന് 1 ഫ്ലൂ, ഇതാ 1 പറന്നു പോകുന്നു കേട്ടോ. വാട്ട്സ് ദ ബാലൻസ്? 4. ദെൻ 3 pencils. 1 is taken away. What's the balance? 2. 3 pencils. 1 is taken away. Then
2 pencils is balance അല്ലേ. ദെൻ 4 നമ്പറിൽ നിന്ന് 1 റിമൂവ് ചെയ്യുന്നു. വാട്ട്സ് ദ ബാലൻസ്? 3. 8 നമ്പേഴ്സ് അല്ലേ. 8 നമ്പേഴ്സിൽ നിന്ന് നമുക്ക് 1 റിമൂവ് ചെയ്യണം. 8ൽ നിന്ന് നമുക്ക് 1 റിമൂവ് ചെയ്യണം. 8 നമ്പർ ഇന്ന് 1 റിമൂവ് ചെയ്യുന്നു. വാട്ട്സ് ദ ബാലൻസ്? കൗണ്ട് ഇറ്റ്. വാട്ട്സ് ദ ബാലൻസ്? 7 അല്ലേ. 7 അല്ലേ. ഇനി 7 നമ്പേഴ്സ് നിന്ന് നമുക്ക് 7 നമ്പർ കേട്ടോ. 7ൽ നിന്ന് നമുക്ക് 1 പോകണം. 7 എടുക്കാം. 3, 5, then 7, 2, 4, 6, 7 നമ്പർ. 7ൽ നിന്ന് 1 റിമൂവ് ചെയ്യണം. വാട്ട്സ് ദ ബാലൻസ്? 6 അല്ലേ. 7ൽ നിന്ന് 1 പോയപ്പോൾ 6. 6ൽ നിന്ന് 1 റിമൂവ് ചെയ്യണം. 6ൽ നിന്ന് 1 റിമൂവ് ചെയ്യ വാട്ട്സ് ദ ബാലൻസ്? വാട്ട് ഈസ് ലെഫ്റ്റ്? 5 അല്ലേ. 5ൽ നിന്ന് 1 പോയല്ലോ, 1 റിമൂവ് ചെയ്താലോ. ദെൻ 4 അല്ലേ. 4ൽ നിന്ന് 1 റിമൂവ് ചെയ്താലോ. 1 റിമൂവ്. വാട്ട്സ് ദ ബാലൻസ്? 3. Then in 3 1 remove. Then what's the balance? 2. Then 2 in 2 1 is take away. Then what's the balance? 1. Okay. അങ്ങനെയാണ് 1ൻ്റെ സബ്ട്രാക്ഷൻ അല്ലേ. 1 നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിനി സബ്ട്രാക്റ്റിംഗ് 1 നമ്മളിപ്പോൾ കാണിച്ചതിനകത്താണ് ഉണ്ടോ. 5 is 1 is equal to 4. 3 minus 1 is equal to 2. കണ്ടില്ലേ. Yes, 4 is 4 minus 1 3. 8 minus 1 7. 7 minus 1 6. 6 minus 1 5. കണ്ടോ. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ മൈനസ് ചെയ്ത് കണ്ടുപിടിക്കണം. 9 minus 1, 5 minus 1, 2 minus 1, 3 minus 1. ഇതാണ് ടോട്ടല്. ഇപ്പോൾ ഹോംവർക്കാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഈ 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? യെസ്, എന്താണ്? സബ്ട്രാക്റ്റിംഗ് 1 ഫ്രം എ നമ്പർ ഗിവ്സ് ദി നമ്പർ ബിഫോർ. എന്താണ്? സബ്ട്രാക്റ്റിംഗ് 1 ഫ്രം എ നമ്പർ ഗിവ്സ് ദ നമ്പർ ബിഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മുന്നിലെ സംഖ്യ കിട്ടുന്നു എന്നർത്ഥം. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നോക്കൂ. 6 മൈനസ് 1 എത്ര? 5. 7 മൈനസ് 1 എത്ര കിട്ടിയത്? 6 അല്ലേ. 6 അല്ലേ കിട്ടിയത്. 6 മൈനസ് 1 എത്ര കിട്ടിയത്? 5 അല്ലേ. 5 മൈനസ് 1 എത്ര കിട്ടിയത്? 4. 4 മൈനസ് 1 എത്ര കിട്ടിയത്? 3. 3 മൈനസ് 1 എത്ര കിട്ടിയത്? 2 അല്ലേ. ഇതൊക്കെ മുന്നേ വരുന്നതല്ലേ. 7 മൈനസ് 1 പറഞ്ഞാൽ 6 അല്ലേ. 7ൻ്റെ മുന്നേ 6 അല്ലേ വരുന്നത്. 6 മൈനസ് 1 പറഞ്ഞാൽ 5. 6ൻ്റെ മുന്നിൽ ഏതാ വരിക? 5 അല്ലേ. 5 മൈനസ് 1 എത്ര കിട്ടി? 4. 5ൻ്റെ മുന്നിൽ ഏതാ വരിക? 4. 4 മൈനസ് 1 3. 4ൻ്റെ മുന്നിൽ ഏതാ വരിക? 3 അല്ലേ. 3 മൈനസ് 1 2. 2ൻ്റെ മുന്നിൽ ഏതാ വരിക? 3യുടെ മുന്നിൽ ഏതാ വരിക? 2 അല്ലേ. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത്? സബ്ട്രാക്റ്റിംഗ് 1 ഫ്രം എ നമ്പർ ഗീവ്സ് ദ നമ്പർ ബിഫോർ. 1 കുറയ്ക്കുമ്പോൾ, ഒരു സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലെ സംഖ്യയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 10 മൈനസ് 1 എത്ര ആയിരിക്കും? അപ്പോൾ 10ന് മുന്നിലെ സംഖ്യ ഏതാണ്? ഓർത്ത് നോക്കൂ. 10ൻ്റെ മുന്നിൽ ഏത് കഴിഞ്ഞിട്ട് 10 വരിക? യെസ്, മായൻ അല്ലേ. അപ്പോൾ എളുപ്പമാണ് അല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങൾ കണ്ടെത്തി ഇത് നിങ്ങൾ കാണണം. 9 മൈനസ് 1, 5 മൈനസ് 1, 2 മൈനസ് 1, 3 മൈനസ് 1. ഇത്
പിന്നെ ഹോംവർക്കാണ്, ബുക്കിനകത്തേക്ക് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട്. ഓക്കെ. സബ്ട്രാക്റ്റ് 1 കേട്ടോ. ഇതെല്ലാം സംഖ്യകൾ ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി എന്താ അറിയാമോ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സബ്ട്രാക്ഷൻ. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇതുപോലെ തന്നെ മൈനസ് ചെയ്യാൻ പഠിക്കണം. ഇതാ കണ്ടോ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. ഫസ്റ്റ് എത്ര നമ്പർ ഉണ്ട്, എത്ര റൗണ്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക്? ഹൗ മെനി റൗണ്ട്സ് ആർ ദർ? ഹൗ മെനി റൗണ്ട്സ്? 5 റൗണ്ട്സ് അല്ലേ? അതിൽ നിന്ന് ടേക്ക് അവേ എത്ര എടുത്തിട്ടുണ്ട്, എത്ര വെട്ടിട്ടുണ്ട്, ക്രോസ് ചെയ്തിരിക്കുന്നത്? ഹൗ നമ്പേഴ്സ്? 2. There are 5 rounds there. Then 2 numbers is crossed അല്ലേ, വെട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തോ അതിൻ്റെ ശരിക്കും ഉദ്ദേശം എന്താണെന്നറിയാമോ? 5 - 2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? 5 - 2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. 5ൽ നിന്ന് 2 നമ്പേഴ്സ് മൈനസ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹൗ മെനി ഇസ് ദ ബാലൻസ്? ഇപ്പോൾ ക്രോസ് ചെയ്യാത്ത എത്ര ഉണ്ട്? 3 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അതാണ് ഇവിടെ കണക്കാക്കി കൊടുത്തിരിക്കുന്നത്. എന്താണ് 5 - 2 = 3. കണ്ടോ, ഇതാണ് 5 നമ്പർ. കണ്ടില്ലേ, 5 റൗണ്ട് ഉണ്ട്. ഇന്ന് 2 ടേക്കൺ അവേ, 2 എടുത്തപ്പോൾ ഹൗ മെനി ബാലൻസ് ക്രോസ് ചെയ്യാത്തത്? 3 ഇല്ലേ? അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 - 5 = 3. അതുപോലെയാണ് ഈ കണക്കുകൾ മൊത്തം. 6 - 5 = 1. നമ്മൾ നേരത്തെ ചെയ്തില്ലേ? കാണിച്ചു തരാം. 6 നമ്പർ 3 6 നമ്പർ. There are 6 numbers. Okay. 6 - 5. 5 എടുത്തു. എത്ര ബാക്കി? 1 അല്ലേ? Then 7. 6. Then 7 നമ്പറായി. 7ൽ നിന്ന് 4 എടുക്കണം. 4 ടേക്കൺ അവേ. Then what's the balance? Then 3. Then 5 numbers are there. 2 is taken away. What's the balance? 3 അല്ലേ? 3 അല്ലേ? ഇനി നമുക്ക് 9 നമ്പേഴ്സ് എടുക്കണം. 9 നമ്പേഴ്സ്. 9ൽ നിന്ന് നമുക്ക് 2 മൈനസ് ചെയ്യണം. 9 നമ്പേഴ്സിൽ നിന്ന് 2 പോകണം. അതിൽ നിന്ന് 2 പോയി എത്രയെന്ന് അറിയാമോ നിങ്ങൾക്ക്? കൂട്ടാനറിയാമോ? കുറയ്ക്കാനറിയാമോ? 9ൽ നിന്ന് 9 നമ്പേഴ്സ് അല്ലേ? 9 നമ്പേഴ്സ് ആഡ് ചെയ്യൂ. 9 നമ്പേഴ്സ് അല്ലേ? 9 ആഡ് ചെയ്ത് കൂട്ടി നോക്കൂ. 1 2 3 കൗണ്ട് ചെയ്ത് നോക്കൂ. 9 നമ്പേഴ്സ് അല്ലേ? 9ൽ നിന്ന് നമുക്ക് 2 മൈനസ് ചെയ്യണം. ഇവിടെ 9 ഉണ്ട്. 9ൽ നിന്ന് നമുക്ക് 2 മൈനസ് ചെയ്യണം. 2 മൈനസ് ചെയ്യുന്നു. 2 മൈനസ് ചെയ്തു. അപ്പോൾ ഏതാണ് ബാലൻസ്? എത്രയാണ്? 2 പോയപ്പോൾ എത്രയാണ്? 7 അല്ലേ? 7 ക്യാരറ്റ്സ് ഇല്ലേ? ഇത് 9. 9ൽ നിന്ന് അറ്റത്തെ 2 നമ്പേഴ്സ് നമ്മൾ മറച്ച് പിടിക്കുകയാണ്. 2 നമ്പേഴ്സ് അവിടെ മറവിലേക്ക് പോയി. ബാക്കി എത്രയാണ്? 7 നമ്പേഴ്സ് അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയെന്നറിയാമോ? എങ്ങനെ നമ്മളിതിൽ എഴുതിയെന്ന് നോക്കൂ. നേരെയാണ് എഴുതിയേക്കുന്നത് അല്ലേ? നേരെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നേരെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഹൊറിസോണ്ടൽ എന്ന് പറയുക. എന്ത് പറയുക? ഹൊറിസോണ്ടൽ. ചോടെ എഴുതുകയാണെങ്കിൽ എന്താ പറയുക അറിയാമോ? അറിയാമോ? വെർട്ടിക്കൽ. ഇത് ഹൊറിസോണ്ടലാണ്. കണ്ടോ, ഇങ്ങനെ എഴുതുക. കണക്ക് ഇങ്ങനെ എഴുതുന്നതിന് നേരെ എഴുതുന്ന കണ്ടില്ലേ? ഇങ്ങനെ എഴുതുന്നതാണ് ഹൊറിസോണ്ടൽ എന്ന് പറയാം. ഇതാണ് വെർട്ടിക്കൽ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോടെ എഴുതുക. മനസ്സിലായോ? എത്രയാണ്? അതെത്രയാണ്? 5 - 2 അല്ലേ? 5 - 2 5 നമ്പർ അതിന് 2 മൈനസ് ഉണ്ട്. 5ൻ്റെ ചോട്ടിൽ 2 എഴുതി. അപ്പോൾ എത്ര കിട്ടി ആൻസർ? 3 കിട്ടി അല്ലേ? തന്നെ ഇവിടെ ഹൗ മെനി നമ്പേഴ്സ് ആർ? 6 അല്ലേ? 6 നമ്പേഴ്സ്. 6 എഴുതിയിരിക്കണം. അതിന് എത്ര മൈനസ് ചെയ്യണം? 3 മൈനസ് ചെയ്യണം. 6ൻ്റെ ചോട്ടിലാണ് എഴുതിയിരിക്കണം.
അപ്പോൾ ഉത്തരം 3 കിട്ടി. 6 - 3 = 3. ഇവിടെ 8 നമ്പേഴ്സ് ഉണ്ട്. 8 നമ്പേഴ്സ് കണ്ടോ, 8 നമ്പേഴ്സ്. അപ്പോൾ 8 എഴുതി. ദെൻ ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? ദെൻ 4 ഇവിടെ എഴുതി. അപ്പോൾ 8 - 4 = 4. 7 - 2 = 5. ഇതിങ്ങനെ ചോടെ എഴുതിക്കില്ലേ? ഒന്നിന് ചുവട്ടിൽ ഒന്നിന് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതുന്നതിനാണ് എന്ത് പറയുക? വെർട്ടിക്കൽ സബ്ട്രാക്ഷൻ എന്ന് പറയുക. അതല്ലാതെ ഇങ്ങനെ എഴുതുന്നതിനാണ് എന്ത് പറയുക? തിരച്ചീനായിട്ട് എഴുതുന്നതിന് എന്ത് പറയുക? ഹൊറിസോണ്ടൽ സബ്ട്രാക്ഷൻ. കണ്ടോ, 5 - 2 = 3 ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത് അല്ലേ? ഇതിനകത്ത് ഇതോ 5 - 2 = 3 കണ്ടോ. ഇതിങ്ങനെ എഴുതിയത് ഹൊറിസോണ്ടലായിട്ടും ഇങ്ങനെ എഴുതിയത് വെർട്ടിക്കലായിട്ടും. മനസ്സിലായോ? ഓക്കെ, അതാണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒന്ന് തിരച്ചീനമായിട്ട് എഴുതുക, ഒന്ന് ലംബമായിട്ട് എഴുതുക. മനസ്സിലായോ? ഇനി ഇവിടെ ഒന്ന് ലാസ്റ്റ് ഒന്ന് ഏതാണ് വന്നിരിക്കുന്നത്? 6 - 6 നമ്പേഴ്സ് കണ്ടില്ലേ? 6 നമ്പേഴ്സ്. 6 4 പോവാണ്. ഈ 4 അങ്ങോട്ട് പോവുക. 4 എണ്ണം വെട്ടി, ബാക്കി 2 ആണ് കിട്ടുക. കണ്ടോ, 2 ആണ് കിട്ടുക. അപ്പോൾ ഇതാണ് ആ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ തിരച്ചീനമായിട്ട് കണ്ടോ, ഇങ്ങനെ എഴുതുന്നത്. തിരച്ചീനമായിട്ട് എഴുതുന്നത് ഇതാ ഇങ്ങനെ എഴുതുന്നത്. ഇതാണെങ്കിൽ ലംബമായിട്ട് കണ്ടോ, ചോടെ എഴുതുന്നത്. ഒന്ന് നേരെ എഴുതുന്നതും ഒന്ന് ചുവടെ എഴുതുന്നതെന്ന് അർത്ഥം. അതാണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സബ്ട്രാക്ഷൻ. മനസ്സിലായി? അപ്പോൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സബ്ട്രാക്ഷനും മനസ്സിലായി. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, ഹോംവർക്ക് ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടെത്തണം. ഹൊറിസോണ്ടലും ഉണ്ട്, വെർട്ടിക്കലും ഉണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം. ഹോംവർക്കാണ്. ഓക്കെ, ഹൊറിസോണ്ടലായിട്ടുണ്ട്, വെർട്ടിക്കലായിട്ടുണ്ട്. അല്ല 6 - 1 അതൊക്കെ കണ്ടില്ലേ? ഹൊറിസോണ്ടൽ അതുണ്ട്. 3 - 2 4 - 2 ഒക്കെ ഹൊറിസോണ്ടലാണ്. 6 - 1 മുതൽ എന്താണ്? വെർട്ടിക്കലാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് മുതൽ ഇങ്ങോട്ട് വെർട്ടിക്കലാണ്. ഇത് എവിടെ മുതൽ വെർട്ടിക്കലാണ്. ഇതൊക്കെ ഹൊറിസോണ്ടലുമാണ്. ഇത് ഹൊറിസോണ്ടൽ, ഇത് വെർട്ടിക്കലാണ്. രണ്ട് തരത്തിലും കണ്ടെത്താനാണ്. എങ്ങനെയാലും മൈനസിൽ ഒരേപോലെ തന്നെയാണ്. ഇത് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ, അപ്പം ഇങ്ങനെ കണ്ടെത്തി എഴുതുന്നതിനാണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ കണ്ടെത്തി നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചിട്ട് എനിക്ക് തരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അത് കറക്ഷൻ നിങ്ങൾക്ക് തരാം കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി മൈനസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് പിന്നെ അത് നിങ്ങൾ ശരിക്കും നമുക്ക് അഡീഷൻ അറിയെങ്കിൽ അറിയാൻ പറ്റും. പിന്നെ അതില്ലെങ്കിൽ പിന്നെ നമ്മൾ LKG UKG എങ്ങനെയാണ് ചെയ്യുക? LKG UKG നമ്മൾ ബബിൾസ് ഇട്ടല്ലേ ചെയ്തേക്കണല്ലേ? ബബിൾസ് 2, ഇത് 2 ബബിൾസ് അല്ലേ? 2 + 1 കാണാൻ നമ്മൾ LKG UKG ഇങ്ങനെ ചെയ്തിരിക്കണല്ലേ? അഡീഷൻ എങ്ങനെ ചെയ്ത് 2 + 1 കാണാം അല്ലേ? അപ്പോൾ എത്ര കിട്ടി? 2 + 1 കാണാൻ 2 + 1 ടോട്ടൽ 3 കിട്ടും അല്ലേ? ഇങ്ങനെ നമ്മൾ അഡീഷൻ പഠിച്ചേക്കണം അല്ലേ? ഇതേപോലെ തന്നെ നമ്മൾ ഇതെന്താണ്? ഇത് 2 + 1 = ആണ് എന്ത് കിട്ടുക? 3. ഇങ്ങനെ പഠിച്ച ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇതേപോലെ തന്നെ എൻ്റെ മൈനസ് എന്താണ്? 3ൽ നിന്ന് 2 പോയാൽ എത്ര? 3ൽ നിന്ന് 2 പോയാൽ എത്ര? അങ്ങനെ ബബിൾസ് 2 കാണിക്കും. ഇതെങ്ങനെയാണ്? 2ൻ്റെ 3 നമ്പർ കണ്ടില്ലേ? 3ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യാണ്. എത്ര? 2. 3ൽ നിന്ന് 2 പോകണമെങ്കിൽ 2 കണ്ടില്ലേ? 2ൽ നിന്ന് 3 നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്തു. അപ്പം ബാലൻസ് എത്രയാണ് കിട്ടിയത്? ബാലൻസ് എത്രയാണ്? 1 അല്ലേ ഉള്ളത് അല്ലേ? അപ്പോൾ = 1 എന്ന് ഉത്തരം കിട്ടും. ഇങ്ങനെ ബബിൾസ് ഇട്ടിട്ട് ചെയ്യാം. കണ്ടോ, ഇങ്ങനെയാണ് 3 - 2 കണ്ടോ? 3 ബബിൾസ് ഇടുക, അതിനെ 2 വെട്ടുക, ബാലൻസ് വരുന്നത് ഉത്തരാക്കി എഴുതുക. കണ്ടോ, ഇങ്ങനെ ബബിൾസ് ഇട്ട് ചെയ്താണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെയ്യുക. LKG UKG നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാക്കാൻ വലിയ സംഖ്യയൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് ശരിക്കും മനക്കണക്കാൻ നോക്കുക, ശരിക്കും ആഡ് ചെയ്യണം. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ മൈനസും പ്ലസും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മൈനസും പ്ലസും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ഇത് നോക്കൂ, പിന്നെ നമുക്ക് ഇപ്പോൾ 7 - 1 കണ്ടില്ലേ? 7 - 1 എത്രയാണ് കിട്ടിയേക്കണത്? 6 അല്ലേ? 6ഉം 1ഉം ആഡ് ചെയ്ത് നോക്കൂ, എത്ര കിട്ടുക? 7. 5 - 4 എത്രയാണ്? 1. 4ഉം 1ഉം ആഡ് ചെയ്ത് നോക്കൂ, 5 കിട്ടില്ലേ? ദെൻ 6 - 2 ഹൗ മെനി? 4. 4 + 2 എത്രയാണ്? ഹൗ മെനി? 6. ദെൻ 8 -
3 is equal to 5. 5 plus 3 is equal to 8. 5 minus 3 is equal to 2. 2 plus 3 is equal to 5. 7 minus 3 is equal to 4. 4 plus 3 എത്രയാണ്? 7. 5 minus 2 is equal to 3. 3 plus 2 is equal to 5. 4 minus 1 is equal to 3. 3 plus 1 is equal to 4. അല്ലേ? അപ്പോൾ എന്താണ്, ഈ പ്ലസും മൈനസും തമ്മിൽ നല്ല ബന്ധമുണ്ട് അല്ലേ? അപ്പോൾ 6ൽ നിന്ന് 2 പോയാൽ 4ആണ്. 4ഉം 2ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? 6ആണ് അല്ലേ? 6 കിട്ടുന്നു അല്ലേ? 5ൽ നിന്ന് 3 പോയാൽ 2ആണ്. 2ഉം 3ഉം കൂട്ടിയാലോ 5 കിട്ടുന്നു അല്ലേ? 7ൽ നിന്ന് 3 പോയാൽ 4ആണ്. 4ഉം 3ഉം കൂട്ടിയാലോ 7 കിട്ടുന്നു. അപ്പോൾ ഇത് തമ്മിൽ നല്ല ബന്ധമുണ്ട്. അഡീഷനും സബ്ട്രാക്ഷനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. പഠിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ തർക്കം ബാലൻസ് ഉണ്ട്. മാത്സിൽ ആ ലെസൺ ഇനി തീർന്നിട്ടില്ല. പക്ഷെ നമുക്കതിനി പിന്നീട് പഠിക്കാം. ഇപ്പം തന്നെ ഒരുപാട് ആയില്ലേ അല്ലേ? അപ്പോൾ സബ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ശരിയാണോ നോക്കാൻ എന്താണ് എളുപ്പം? കിട്ടിയ ഉത്തരവും മൈനസ് ചെയ്യാൻ തന്ന സംഖ്യയും തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എങ്കിൽ എന്താണ്, നമ്മൾ ചെയ്ത ഉത്തരം ശരിയാണ് അല്ലേ? മനസ്സിലായില്ലേ? നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കി നമ്മൾ ചെയ്ത ഉത്തരം ശരിയാണെന്ന് അർത്ഥം അല്ലേ? അതൊരു ട്രിക്കാട്ടോ, ഒരു ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ 6ൽ നിന്ന് 1 മൈനസ് 7ൽ നിന്ന് 1 മൈനസ് 6 കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ 6ഉം 1ഉം കൂടി അങ്ങോട്ട് കൂട്ടി നോക്കി എന്ത് കിട്ടണം? 7 കിട്ടണം. അപ്പോഴാണ് ഈ ഉത്തരം കറക്റ്റാണെന്ന് അറിയാം അല്ലേ? 6ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 4 കിട്ടണം. 4ഉം 2ഉം ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 6 കിട്ടണം. 5ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 2 കിട്ടണം. 2ഉം 3ഉം കൂട്ടി നോക്കിയാൽ 5 കിട്ടണം അല്ലേ? അപ്പോഴാണ് കറക്റ്റ് ആൻസർ ആണോ എന്നറിയാം. അപ്പോൾ അത് ട്രിക്കാണ്. ഓക്കെ, ഞാൻ നന്നായി ചെയ്തോളൂ. ഐ ഹോപ്പ് യുവർ അണ്ടർസ്റ്റാൻഡ് ദിസ് ക്ലാസ്. ഓക്കെ, മനസ്സിലായോ ക്ലാസ്? അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ആൻസറൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് ഹോംവർക്കായിട്ട്, അത് ചെയ്ത് നോക്കുക. തെറ്റാതെ ചെയ്യണം. വളരെ കെയർഫുള്ളായിരിക്കണം. മാത്സാണ്. മാത്സിൽ ഒരു മാർക്ക് പോലും നമ്മളുടെ പോവില്ല ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ. കറക്റ്റ് ആൻസറാണ്. പക്ഷേ ഇംഗ്ലീഷൊക്കെ ആണെങ്കിലോ ഗ്രാമർ തെറ്റിയിട്ടോ സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ ആണെങ്കിൽ മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ മാത്സിൽ നമ്മൾ ശരിക്കും ആഡ് ചെയ്തില്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്തത് കറക്റ്റ് ആൻസർ ആണെങ്കിൽ ഒരു മാർക്ക് പോലും നമ്മുടെ പോവില്ല. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ബി കെയർഫുൾ. ഓക്കെ, then now we shall wind up our class. Then see you next class. Then take care, study well, do the homework. Okay, then bye.